1950-ൽ ഫ്ലോറിഡ തീരത്തിനും ബെർമുഡ ദ്വീപിനും ഇടയിലുള്ള നിരവധി വിശദീകരിക്കാനാകാത്ത തിരോധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ലേഖനം അനേകം അമേരിക്കൻ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. കഴിഞ്ഞ പതിറ്റാണ്ടിനിടെ നടന്ന 5 വ്യത്യസ്ത സംഭവങ്ങളിലായി ഒരു ബോട്ടും 9 വിമാനങ്ങളും ഏകദേശം 135 സാധാരണക്കാരും ജീവനക്കാരും യാതൊരു തെളിവുമില്ലാതെ അപ്രത്യക്ഷരായതിനെക്കുറിച്ച് ആ ലേഖനം വിശദീകരിക്കുന്നു. സമുദ്രത്തിലെ ഈ പ്രത്യേക പ്രദേശം സമുദ്രയാത്രകളിലെ തിരോധാനങ്ങൾക്ക് അസാധാരണമാംവിധം സാധ്യതയുള്ള ഒന്നായി സംശയിക്കപ്പെടുന്നത് ഇതാദ്യമായാണ്. എന്നാൽ ഈ ആരോപിക്കപ്പെട്ട അസാധാരണത്വത്തിന് ഒരു കാരണം നൽകുന്നതിൽ ലേഖകൻ പരാജയപ്പെട്ടതിനാൽ ഒരു കൗതുകകരമായ നിഗൂഢത അവിടെ ജനിച്ചു. 1952-ൽ പാരാനോർമൽ അമാനുഷിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മാഗസിൻ ഈ താൽപ്പര്യമുള്ള പ്രദേശത്തെ US സംസ്ഥാനമായ ഫ്ലോറിഡയ്ക്കും 2 ദ്വീപുകളായ പ്യൂട്ടോറിക്കോയ്ക്കും ബെർമുഡയ്ക്കും ഇടയിലുള്ള ഒരു ത്രികോണമായി അടയാളപ്പെടുത്തി. ഈ ത്രികോണാകൃതി തികച്ചും യാദൃച്ഛികമായി തിരഞ്ഞെടുത്തതാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് അങ്ങനെ തന്നെയായതുകൊണ്ടാണ്. ഈ ആകൃതി തിരഞ്ഞെടുത്തതിനെ ന്യായീകരിക്കാൻ ലേഖകൻ ഒരു ശ്രമവും നടത്തുന്നില്ല. നിഗൂഢമായ ഒരു ത്രികോണം എന്ന ഈ ആശയം ലോകത്തിന് മുന്നിലേക്ക് തുറന്നുകാട്ടപ്പെട്ടതോടെ അതിന്റെ അനന്തരമായ പേര് അനിവാര്യമായിത്തീർന്നു. 1964-ലെ അമേരിക്കൻ പൾപ്പ് ഫിക്ഷൻ മാഗസിനായ ആർഗോസിയുടെ ഒരു ലക്കത്തിൽ ലോസ്റ്റ് ഇൻ ദ ബർമ്യൂദ ട്രയാങ്കിൾ, ബെർമുഡ ട്രയാങ്കിളിൽ നഷ്ടപ്പെട്ടവർ എന്ന അടിക്കുറിപ്പോടെ ഒരു കവർ പ്രസിദ്ധീകരിച്ചു. ആ ലേഖനം മുമ്പത്തെ 2 തിരോധാനങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെങ്കിലും കെട്ടിച്ചമച്ച ഉദ്ധരണികളും ആശങ്കയുണ്ടാക്കുന്ന ഊഹാപോഹങ്ങളും നിറഞ്ഞ അങ്ങേയറ്റം അതിശയോക്തി കലർത്തിയ ഒരു വിവരണമാണിത്. പ്രധാനമായും ഫിക്ഷൻ കഥകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാഗസിനിൽ നിന്ന് നിങ്ങൾ കൃത്യമായി പ്രതീക്ഷിക്കുന്നതും ഇതുതന്നെയാണ്. ഇതുപോലൊരു സെൻസേഷണൽ കവർ ഉള്ള ഒരു മാഗസിൻ ശാസ്ത്രീയമായി ശരിയായതും വിശദമായി ഗവേഷണം നടത്തിയതുമായ ഒരു വിശകലനം നൽകുമെന്ന് ചുരുക്കം ചിലരെ കരുതുകയുള്ളൂ. ബെർമുഡ ട്രയാങ്കിൾ ഇപ്പോഴും എന്നും നിഗൂഢതയ്ക്ക് വേണ്ടിയുള്ള ഒരു നിഗൂഢതയാണ്. ഒരു ഐതിഹ്യത്തിന്റെ യഥാർത്ഥ നിർവചനം. ബെർമുഡ ട്രയാങ്കിളിന്റെ നിഗൂഢമായ ഗുണങ്ങളെ എടുത്തുകാണിക്കുന്ന ഏറ്റവും പഴയ കഥകളിലൊന്ന് 1492 ക്രിസ്റ്റഫർ കൊളംബസ് നടത്തിയ ആദ്യത്തെ അറ്റ്ലാന്റിക് സമുദ്രയാത്രയുടേതാണ്. 3 സംഭവങ്ങൾ ഇതിൽ ശ്രദ്ധേയമാണെന്ന് പറയപ്പെടുന്നു. ജീവനക്കാർ ഒരുതരം തീഗോളം കണ്ടു. അവരുടെ കോമ്പസുകൾ വിശദീകരിക്കാനാവാത്ത വിധം തകരാറിലായി. കൂടാതെ സമുദ്രോപരിതലത്തിന് മുകളിൽ വിചിത്രമായ ഒരു വെളിച്ചം തങ്ങിനിൽക്കുന്നതായും തോന്നി. ആ തീഗോളത്തെ കൂടുതൽ കൃത്യമായി വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആകാശത്തുനിന്ന് കടലിലേക്ക് വീണ തീയുടെ ഒരു അത്ഭുതകരമായ ശാഖ അന്യഗ്രഹജീവികളെയും UFOകളെയും ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് തീർച്ചയായും കൂടുതൽ ആവേശകരമായിരിക്കുമെങ്കിലും സത്യത്തിൽ അതിന്റെ ആവശ്യമില്ല. കാരണം ആ വിവരണത്തിന് വിശദീകരണം നൽകാൻ ഒരു ഉൽക്ക തന്നെ ധാരാളമാണ്. വാസ്തവത്തിൽ ഭൂമിയുടെ ഭ്രമണപഥവും ചരിവും കാരണം സെപ്റ്റംബർ മാസത്തിലാണ് ഉൽക്കകൾ, ഷൂട്ടിംഗ് സ്റ്റാർസ്, ഏറ്റവും സാധാരണമായി കാണപ്പെടുന്നത്. ഈ കാഴ്ച കണ്ടതാകട്ടെ സെപ്റ്റംബർ 15-നായിരുന്നു. സെപ്റ്റംബർ 17-ന് തങ്ങളുടെ കോമ്പസുകൾ ധ്രുവനക്ഷത്രവുമായി നോർത്ത് സ്റ്റാർ കൃത്യമായി യോജിക്കുന്നില്ലെന്ന് ജീവനക്കാർ ശ്രദ്ധിച്ചു. ഇത് ആ സമയത്ത് തീർച്ചയായും ആശങ്കാജനകമായിരുന്നു. എന്നാൽ മാഗ്നറ്റിക് ഡെക്ലിനേഷൻ, കാന്തിക വ്യതിയാനം എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസം കാരണമാണിതെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കി. ചുരുക്കത്തിൽ ഒരു കോമ്പസിലെ സൂചി കാന്തിക ഉത്തരദിശയുമായി മാഗ്നറ്റിക് നോർത്ത് യോജിക്കുന്നു, അതേസമയം ധ്രുവനക്ഷത്രം യഥാർത്ഥ ഉത്തരദിശയുമായി ട്രൂ നോർത്ത് യോജിക്കുന്നു. എന്നിരുന്നാലും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 2 സംഭവങ്ങളും ബെർമുഡ ട്രയാങ്കിളിന് അടുത്തെങ്ങുമല്ല സംഭവിച്ചത്, മറിച്ച് നോർത്ത് അറ്റ്ലാന്റിക്കിന്റെ മധ്യത്തിലാണ്. പലരും സൗകര്യപൂർവ്വം അവഗണിക്കുന്ന ഒരു വസ്തുതയാണിത്. എന്നിരുന്നാലും ആ വിചിത്രമായ വെളിച്ചം യഥാർത്ഥത്തിൽ ട്രയാങ്കിളിന്റെ പരിധിക്കുള്ളിൽ തന്നെയാണ് കണ്ടത്. കൊളംബസ് ആ വെളിച്ചത്തെ വിവരിച്ചത് ഇങ്ങനെയാണ്: മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയ ഒരു ചെറിയ മെഴുകുതിരിനാളം, എന്നാൽ അത് കരയുടെ സാന്നിധ്യത്തിന്റെ ഒരു സൂചനയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കൂടാതെ ഒരിക്കലും അതിനെ വിശദീകരിക്കാനാവാത്ത ഒന്നായി അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുമില്ല. ഇപ്പോൾ വ്യക്തമാകേണ്ടതുപോലെ കാര്യങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കാൻ മടിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം വളരെ നിഗൂഢമായി തോന്നും. ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദി തേർഡ് കൈൻഡ് എന്ന സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഫ്ലൈറ്റ് 19 ഒരുപക്ഷേ ബെർമുഡ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ തിരോധാനമായിരിക്കും. ഈ മുഴുവൻ പ്രതിഭാസത്തിനും തുടക്കമിട്ടത് ഇതാണെന്ന് ചിലർ വാദിച്ചേക്കാം. കഥ ഇങ്ങനെയാണ്: 1945 ഡിസംബർ 5-ന് ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡെയിലുള്ള നാവിക വ്യോമ താവളത്തിൽ നിന്ന് 5 വിമാനങ്ങളുടെ ഒരു സംഘം പുറപ്പെട്ടു. പരിചയസമ്പന്നരായ ഈ 14 പൈലറ്റുമാർക്കും ജീവനക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പതിവ് നാവിഗേഷൻ പരിശീലനമായിരുന്നു അത്. പരിശീലനം തുടങ്ങി ഏകദേശം 2 മണിക്കൂറിന് ശേഷം സംഘം തിരികെ വരേണ്ട സമയമായപ്പോൾ മുന്നിൽ പറക്കുന്ന വിമാനത്തിന്റെ പൈലറ്റ്
തന്റെ 2 കോമ്പസുകളും തകരാറിലായതിനാൽ ദിശ തെറ്റിയതായി റിപ്പോർട്ട് ചെയ്തു. ഫ്ലൈറ്റ് 19ന്റെ നിലവിലെ സ്ഥാനം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് പല സ്റ്റേഷനുകളും അവരുമായി ഇടവിട്ടുള്ള ബന്ധം പുലർത്തിയിരുന്നുവെങ്കിലും ആ ശ്രമം ഒട്ടും വിജയിച്ചില്ല. ആ 5 വിമാനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയങ്ങളും ചോർത്തപ്പെട്ടു. ദിശകളെയും സ്ഥാനങ്ങളെയും കുറിച്ച് അവർ തർക്കിക്കുന്നത് അതിൽ കേൾക്കാമായിരുന്നു. മിനിറ്റുകൾ കടന്നുപോകുന്തോറും ടവറുകളും ഫ്ലൈറ്റ് 19ഉം തമ്മിലുള്ള സിഗ്നൽ ക്രമേണ ദുർബലമായി സ്ഥിരമായ ഒരു ആശയവിനിമയ ബന്ധം നിലനിർത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിത്തീർന്നു. ടേക്ക് ഓഫിന് 4 മണിക്കൂറിന് ശേഷം വിമാനം പോകേണ്ടിയിരുന്ന പാതയിൽ നിന്ന് 200 കിലോമീറ്റർ വടക്കായാണ് അവരുടെ നിലവിലെ സ്ഥാനമെന്ന് ഏകദേശം കണക്കാക്കാൻ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞു. ഇതിന്റെ ഫലമായി ST-49 എന്നു പേരുള്ള ഒരു ഫ്ലൈയിംഗ് ബോട്ട് ഈ സ്ഥലത്തേക്ക് അയച്ചെങ്കിലും ഒരു സാധാരണ സന്ദേശമയച്ചതിനു ശേഷം അത് വിശദീകരിക്കാനാവാത്ത വിധം അപ്രത്യക്ഷമായി. ടേക്ക് ഓഫിനു 5 മണിക്കൂറിന് ശേഷം അവസാനത്തെ ഒരു സന്ദേശം ചോർത്തപ്പെട്ടു. ഒരു വിമാനം മറ്റൊരു വിമാനവുമായി ബന്ധപ്പെടാൻ നടത്തിയ പരാജയപ്പെട്ട ഒരു ശ്രമം മാത്രമായിരുന്നു അത്. പിന്നീട് ഫ്ലൈറ്റ് 19നെ ഒരിക്കലും കാണുകയോ അവരെക്കുറിച്ച് കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ തീർച്ചയായും നിഗൂഢമായി തോന്നാം. എന്നാൽ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് സമുദ്രത്തിലല്ല, മറിച്ച് ചെറിയ വിശദാംശങ്ങളിലാണെന്നാണ് ഞാൻ സംശയിക്കുന്നത്. പിന്നീടൊരിക്കൽ 4 വിദ്യാർത്ഥികളും ചാൾസ് ടെയ്ലർ എന്ന ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറും ചേർന്നായിരുന്നു ആ 5 വിമാനങ്ങൾ പറത്തിയിരുന്നത്. യാത്ര തിരിച്ചപ്പോൾ വിദ്യാർത്ഥികളിൽ ഒരാൾ ഫ്ലൈറ്റ് ലീഡറുടെ ചുമതല ഏറ്റെടുത്തു. അതേസമയം ടെയ്ലർ ഒരു മേൽനോട്ടക്കാരനായി പ്രവർത്തിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഗ്രാൻഡ് ബഹാമ ദ്വീപിലേക്ക് വടക്കോട്ട് തിരിഞ്ഞതിനു ശേഷം വിദ്യാർത്ഥി അവരെ തെറ്റായ ദിശയിലേക്കാണ് നയിക്കുന്നതെന്ന് ടെയ്ലർ വിശ്വസിക്കുകയും അതിനാൽ അദ്ദേഹം വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. റേഡിയോ ലോഗുകളും നാവികസേനാ ഉദ്യോഗസ്ഥരുടെ മൊഴികളും വായിക്കുമ്പോൾ ബഹാമാസിലെ ദ്വീപുകളെ ഫ്ലോറിഡ കീസിലെ ദ്വീപുകളായി ടെയ്ലർ തെറ്റിദ്ധരിച്ചുവെന്ന് വ്യക്തമാകും. അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേൾക്കാമായിരുന്നു: എന്റെ 2 കോമ്പസുകളും പ്രവർത്തനരഹിതമാണ്. ഞാൻ ഫ്ലോറിഡയിലെ ഫോർട്ട് ലോഡർഡേൽ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ കരയ്ക്ക് മുകളിലാണ്, പക്ഷേ അത് തുടർച്ചയില്ലാത്ത നിലയിലാണ്. ഞാൻ കീസിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, പക്ഷേ എത്ര ദൂരെയാണെന്നോ ഫോർട്ട് ലോഡർഡേലിലേക്ക് എങ്ങനെ എത്തണമെന്നോ എനിക്കറിയില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹം തന്റെ യഥാർത്ഥ സ്ഥാനത്തെ ഈ സ്ഥാനവുമായി തെറ്റിദ്ധരിച്ചു. ടെയ്ലർ പരിചയസമ്പന്നനായ ഒരു പൈലറ്റായിരുന്നതിനാൽ ഇത് അംഗീകരിക്കാൻ പ്രയാസമായിരിക്കാം. എങ്കിലും ഇക്കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. ടെയ്ലർ മുമ്പ് മിയാമിയിലെ നേവൽ എയർ സ്റ്റേഷനിൽ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തിരുന്നു. മിയാമിയിൽ നിന്നുള്ള പരിശീലനങ്ങൾ നടന്നിരുന്നത് ഫ്ലോറിഡ കീസിന് മുകളിലായിരുന്നു. അതിനുമുമ്പ് അദ്ദേഹത്തെ ഫ്ലോറിഡ കീസിലെ കീ വെസ്റ്റിലാണ് നിയമിച്ചിരുന്നത്. അതിനാൽ ബഹാമാസിന് മുകളിലൂടെയുള്ള ഈ റൂട്ടിൽ ടെയ്ലർ ആദ്യമായാണ് പറക്കുന്നതെന്ന കാര്യം പൂർണ്ണമായും സാധ്യമാണ്. ആശയക്കുഴപ്പത്തിന്റെ തുടക്കം: ഫ്ലൈറ്റ് 19ന്റെ ഇൻസ്ട്രക്ടറായിരുന്ന ടെയ്ലർ വിമാനം പറത്തുമ്പോൾ തന്റെ ഐഡി തെറ്റായി പറഞ്ഞു. മിയാമിയിൽ നിന്നുള്ള വിമാനം എന്ന നിലയിലാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ അത് ഫോർട്ട് ലോഡർഡേലിൽ നിന്നുള്ളതായിരുന്നു. ഇത് കാണിക്കുന്നത് അദ്ദേഹത്തിന് തന്റെ സ്ഥാനത്തെക്കുറിച്ച് തുടക്കം മുതലേ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്നാണ്. താൻ കാണുന്ന സ്ഥലങ്ങളും തനിക്ക് മുൻപരിചയമുള്ള സ്ഥലങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ തോന്നിയപ്പോൾ ടെയ്ലർ വിമാനത്തിലെ കോമ്പസുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ തെറ്റായ വിവരങ്ങളാണ് നൽകുന്നതെന്ന് വിശ്വസിച്ചു. സാധാരണയായി ഒന്നിലധികം ഉപകരണങ്ങൾ ഒരേ സമയം തകരാറിലാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനാൽ ഇത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയായിരുന്നു. താൻ ഫ്ലോറിഡ കീസിന് മുകളിലാണെന്ന് തെറ്റിദ്ധരിച്ച ടെയ്ലർ കര കണ്ടെത്താനായി വടക്കോട്ട് പറന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ബഹാമാസിന് മുകളിലായിരുന്നു. അതിനാൽ വടക്കോട്ട് പറന്നത് അവരെ കരയിൽ നിന്ന് കൂടുതൽ അകലെയുള്ള സമുദ്രഭാഗത്തേക്ക് കൊണ്ടുപോയി. പടിഞ്ഞാറോട്ട് പറന്നിരുന്നെങ്കിൽ അവർക്ക് ഫ്ലോറിഡയുടെ തീരത്തേക്ക് എത്താമായിരുന്നു. എന്നാൽ താൻ കീസിലാണെന്ന് വിശ്വസിച്ചിരുന്നതിനാൽ പടിഞ്ഞാറോട്ട് പോയാൽ മെക്സിക്കോ ഉൾക്കടലിലേക്ക് പോകുമെന്ന ഭയം കാരണം അദ്ദേഹം ആ ദിശ സ്വീകരിച്ചില്ല. നേരം ഇരുട്ടുകയും കാലാവസ്ഥ മോശമാവുകയും ചെയ്തതോടെ സ്ഥിതി ഗുരുതരമായി. അവസാനം ഏതെങ്കിലും വിമാനത്തിൽ ഇന്ധനം വളരെ കുറയുമ്പോൾ എല്ലാ വിമാനങ്ങളും ഒരുമിച്ച് കടലിൽ ഇറക്കണമെന്ന് ടെയ്ലർ നിർദ്ദേശിച്ചു. അപകട സാഹചര്യത്തിൽ പോലും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ഇത് കാണിക്കുന്നു. അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഇന്ധനം തീരുന്നത് വരെ നമുക്ക് നേരെ കിഴക്കോട്ട് പറക്കാം. കരയോട് ചേർന്നുള്ള ഭാഗത്തുനിന്ന് നമ്മളെ രക്ഷിക്കാൻ ആളുകൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തീരത്തുനിന്ന് അകലെ തുറന്ന സമുദ്രത്തിലേക്കാണ് പറന്നുകൊണ്ടിരുന്നത്. അവസാനം ലഭിച്ച ചില സന്ദേശങ്ങളിൽ ഇങ്ങനെയായിരുന്നു: കര കാണുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറക്കേണ്ടിവരും. ഏത് നിമിഷവും വെള്ളത്തിൽ ഇറക്കേണ്ടി വന്നേക്കാം. പിന്നെ ST-49 എന്ന ഫ്ലൈയിംഗ് ബോട്ടിന്റെ കാര്യം. രാത്രിയിലെ ഒരു പരിശീലന പറക്കലിന് തയ്യാറെടുത്തിരുന്നപ്പോഴാണ് ഫ്ലൈറ്റ് 19ന്റെ സ്ഥാനം അറിയാൻ കഴിഞ്ഞതും അവരെ രക്ഷിക്കാനായി ST-49നെ അങ്ങോട്ട് തിരിച്ചുവിട്ടതും. പുറപ്പെടുമ്പോൾ സാധാരണ അയക്കാറുള്ള ഒരു സന്ദേശം അയച്ചതിനുശേഷം
ആ വിമാനത്തെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല, എന്നാൽ അതിനെ കണ്ടിട്ടുണ്ടാകാം. ST-49 പുറപ്പെട്ട് 23 മിനിറ്റിന് ശേഷം ഒരു വിമാനം തീപിടിച്ച് കടലിൽ വീണ് പൊട്ടിത്തെറിക്കുന്നത് കണ്ടതായി ഒരു കപ്പൽ റിപ്പോർട്ട് ചെയ്തു. ആ തീപിടുത്തം കുറച്ചുനേരം നീണ്ടുനിന്നു. തീജ്വാലകൾ വെള്ളത്തിന് മുകളിലേക്ക് 30 മീറ്ററോളം ഉയരത്തിൽ പൊങ്ങിയിരുന്നു. പൊട്ടിത്തെറി നടന്ന സ്ഥലത്ത് കപ്പൽ എത്തിയപ്പോൾ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും എണ്ണ പരന്നുകിടക്കുന്നതും കണ്ടു. പക്ഷേ ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ സ്ഫോടനം കണ്ട അതേ സമയത്ത് തന്നെ റഡാർ ഉള്ള മറ്റൊരു കപ്പലിന്റെ സ്ക്രീനിൽ നിന്ന് ഒരു വിമാനം അപ്രത്യക്ഷമായി. വിമാനം പറക്കുന്നതിന് മുമ്പ് നടത്തിയ പരിശോധനകളിൽ കുഴപ്പമൊന്നും കണ്ടിരുന്നില്ല. അതുകൊണ്ട് സ്ഫോടനം നടന്നത് അദ്ഭുതമാണ്. എന്നാൽ തലേദിവസം എഞ്ചിൻ തകരാർ കാരണം ഈ വിമാനത്തിന് എന്തോ പ്രശ്നം പറ്റിയിരുന്നു. അത് എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും വിമാനത്തിന്റെ അടിഭാഗം പരിശോധിക്കേണ്ടി വന്നിരുന്നു. സ്ഫോടനം നടന്നത് കാണാതായ ST-49 എന്ന വിമാനത്തിന്റേതാണെന്ന് നാവികസേനാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഊഹിച്ചു. ഒരുപാട് കപ്പലുകളും വിമാനങ്ങളും ഉപയോഗിച്ച് ഒരാഴ്ചയോളം കൃത്യമായ തിരച്ചിൽ നടത്തിയിട്ടും ആരെയും കണ്ടെത്താനായില്ല. എങ്കിലും ചില അവശിഷ്ടങ്ങളും വെളിച്ചങ്ങളും കണ്ടതായി തിരച്ചിൽ നടത്തിയവർ പറഞ്ഞിരുന്നു. ലഭ്യമായ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ധനം തീർന്നാണ് ഫ്ലൈറ്റ് 19 കടലിൽ വീണത്. ST-49 എഞ്ചിൻ തകരാർ കാരണം തീപിടിച്ച് പൊട്ടിത്തെറിച്ചതുമാകാം. അങ്ങനെ ആ 6 വിമാനങ്ങളും അതിലുണ്ടായിരുന്ന 27 പേരും കടലിൽ മുങ്ങിപ്പോയി. ഒരു തെളിവും ബാക്കിയായില്ല. എന്നാൽ എല്ലാ സംഭവങ്ങൾക്കും ഇതുപോലെ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ കഴിയില്ല. 1949 ജനുവരി 17 സ്റ്റാർ ഏരിയൽ എന്ന വിമാനം ബെർമുഡയിൽ നിന്ന് ജമൈക്കയിലെ കിങ്സ്റ്റണിലേക്ക് പുറപ്പെട്ടു. ഈ സംഭവം വളരെ നിഗൂഢമാണ്. യാത്ര തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പൈലറ്റ് സാധാരണ പോലെ ഒരു സന്ദേശം അയച്ചിരുന്നു. ആ സമയത്ത് ഒരു അപകടസൂചനയും അദ്ദേഹം നൽകിയില്ല. എന്നാൽ അതിനുശേഷം ആ വിമാനത്തെക്കുറിച്ചോ അതിലുണ്ടായിരുന്നവരെക്കുറിച്ചോ ഒരു വിവരവും ലഭിച്ചില്ല. വിമാനം തകർന്നതിന്റെ ഒരു തെളിവും കിട്ടിയില്ല. അപകടത്തിൽ പെട്ടെന്നുള്ള ഒരു സന്ദേശവും അവർ അയച്ചിരുന്നില്ല. യാത്രയിലുടനീളം കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. പൈലറ്റും മറ്റ് ജീവനക്കാരും വളരെ അനുഭവസമ്പത്തുള്ളവരും ഈ വഴിയിൽ മുമ്പ് പലതവണ പറന്നിട്ടുള്ളവരുമായിരുന്നു. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വിമാനത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പിന്നീട് നടന്ന അന്വേഷണത്തിൽ തെളിവുകളുടെ അഭാവം കാരണം വിമാനം കാണാതായതിന്റെ വ്യക്തമായ ഒരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാര്യങ്ങൾ കൂടുതൽ നിഗൂഢമാകുന്നത് ഇതിനു തൊട്ടുമുമ്പത്തെ വർഷം ഇതേപോലെയുള്ള മറ്റൊരു വിമാനമായ സ്റ്റാർ ടൈഗർ സമാനമായ സാഹചര്യത്തിൽ കാണാതായിരുന്നു എന്നതുകൊണ്ടാണ്. 1948 ജനുവരി 30 കിഴക്ക് ദിശയിൽ നിന്ന് ബെർമുഡയിലേക്ക് വരുന്നതിനിടയിലാണ് സ്റ്റാർ ടൈഗർ കാണാതാകുന്നത്. ഇതിലെ പൈലറ്റും മറ്റ് ജീവനക്കാരും നല്ല അനുഭവസമ്പത്തുള്ളവരായിരുന്നു. പക്ഷേ അന്നത്തെ കാലാവസ്ഥ ഒട്ടും അനുകൂലമായിരുന്നില്ല. ശക്തമായ കാറ്റും കനത്ത മഴയുമുണ്ടായിരുന്നു. അവസാന സന്ദേശം ലഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ശക്തമായ കാറ്റു കാരണം വിമാനം സഞ്ചരിക്കേണ്ടിയിരുന്ന പാതയിൽ നിന്ന് മാറിപ്പോയിരുന്നു. അതിനുശേഷം അവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. ഇതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിന്റെ നിഗമനം ഇതായിരുന്നു. റിപ്പോർട്ട് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാം: അന്വേഷണത്തിനായി ഇതിലും വലിയൊരു പ്രഹേളിക ഇതുവരെ വന്നിട്ടില്ല. ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് ഒരിക്കലും അറിയാൻ കഴിയില്ല. സ്റ്റാർ ടൈഗറിന്റെ വിധി ഒരു പരിഹരിക്കപ്പെടാത്ത രഹസ്യമായി തുടരും. എന്നാൽ വിവരങ്ങൾ വളരെ കുറവുള്ള ഇത്തരം കേസുകളിൽ പോലും സ്വാഭാവികമായ കാരണങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന്, സ്റ്റാർ ടൈഗറിന്റെ അപകട റിപ്പോർട്ടിൽ പറയുന്നത് വിമാനം കൃത്യമായി പരിപാലിച്ചിരുന്നില്ലെന്നും അറിയാമായിരുന്ന പല തകരാറുകളും പരിഹരിച്ചിരുന്നില്ലെന്നുമാണ്. പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ ഇത്തരം വിമാനങ്ങളിലെ ക്യാബിനിലുള്ള ഹീറ്ററുകൾ തകരാറിലാകാൻ സാധ്യതയുള്ളതാണെന്നും മോശം ഡിസൈൻ കാരണം തീപിടുത്തത്തിനും പൊട്ടിത്തെറിക്കും സാധ്യതയുണ്ടെന്നും കണ്ടെത്തി. ഇത്തരം വിമാനങ്ങൾ പറത്തി പരിചയമുള്ള 2 പൈലറ്റുമാർ ഇതൊരു സാധ്യതയാണെന്ന് വിശ്വസിക്കുന്നു. അതിലൊരാൾ പറഞ്ഞത് ഇതാണ്: എന്റെ നിഗമനം, എവിടെയോ ചോർന്ന ഹൈഡ്രോളിക് വേപ്പർ ബാഷ്പം ചൂടായിരുന്ന ഹീറ്ററിൽ വീണ് പൊട്ടിത്തെറി ഉണ്ടായിക്കാണും എന്നാണ്. ഏറ്റവും നിഗൂഢമായ സംഭവങ്ങളിലൊന്ന് 5 പായ്മരങ്ങളുള്ള കരോൾ എ ഡിയറിംഗ് എന്ന കപ്പലിന്റേതാണ്. 1921 ജനുവരി 9 ബാർബഡോസിൽ നിന്ന് നോർഫോക്കിലേക്ക് പുറപ്പെട്ട ഈ കപ്പലിനെ 3 ആഴ്ച കഴിഞ്ഞ് നോർത്ത് കരോലിന തീരത്തിനടുത്ത് വെച്ച് ഒരു ലൈറ്റ്ഷിപ്പ് കണ്ടു. കപ്പൽ കടന്നുപോയപ്പോൾ ലൈറ്റ്ഷിപ്പിലെ എഞ്ചിനീയർ എടുത്ത ഫോട്ടോയാണിത്. ഈ ഡിയറിംഗ് കപ്പലിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ആൾ ഉച്ചഭാഷിണിയിലൂടെ ലൈറ്റ്ഷിപ്പിലുള്ളവരെ വിളിച്ചു പറഞ്ഞു അവരുടെ കപ്പലിന്റെ 2 നങ്കൂരങ്ങളും നഷ്ടപ്പെട്ടുവെന്ന്. അതിനുശേഷം കപ്പൽ നോർഫോക്ക് എന്ന സ്ഥലത്തേക്ക് യാത്ര തുടർന്നെങ്കിലും അവിടെ എത്തിച്ചേർന്നില്ല. 2 ദിവസത്തിനു ശേഷം കോസ്റ്റ് ഗാർഡ് ഡിയറിംഗ് കപ്പൽ കണ്ടെത്തി. ഡേമണ്ട് ഷോൾസ് എന്ന സ്ഥലത്ത് മണലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു കപ്പൽ. കപ്പലിലുള്ളവർ അതിനെ ഉപേക്ഷിച്ചു പോയതുപോലെയാണ് തോന്നിച്ചത്.
കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഉദ്യോഗസ്ഥർ കപ്പലിൽ കയറി പരിശോധിച്ചപ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലായി. കപ്പലിലെ പ്രധാനപ്പെട്ട പല സാധനങ്ങളും കാണാനില്ലായിരുന്നു. യാത്രയുടെ വിവരങ്ങൾ എഴുതുന്ന പുസ്തകം, ജോലിക്കാരുടെ സ്വന്തം സാധനങ്ങൾ, ദിശ കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ, മറ്റ് രേഖകൾ, 2 ലൈഫ് ബോട്ടുകൾ, നങ്കൂരങ്ങൾ എന്നിവയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൂടാതെ കപ്പൽ തിരിക്കുന്ന സ്റ്റിയറിംഗ് വീലും മറ്റ് ചില ഉപകരണങ്ങളും വലിയൊരു ചുറ്റിക ഉപയോഗിച്ച് ആരോ മനഃപൂർവ്വം അടിച്ചു തകർത്തതായും കണ്ടെത്തി. കപ്പലിലുണ്ടായിരുന്ന 11 ജീവനക്കാരെയും അവിടെ കണ്ടില്ല. അതിനുശേഷം ഇന്നുവരെ അവരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. കുറച്ചു മാസങ്ങൾക്കു ശേഷം കപ്പൽ കിടന്നിരുന്ന സ്ഥലത്തിനടുത്തുനിന്ന് ക്രിസ്റ്റഫർ കൊളംബസ് ഗ്രേ എന്നയാൾക്ക് ഒരു കുപ്പി കിട്ടി. അതിനുള്ളിൽ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. അതിൽ എഴുതിയിരുന്നത് ഇതായിരുന്നു: എണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു കപ്പൽ ഡിയറിംഗിനെ പിടിച്ചെടുത്തിരിക്കുന്നു. പിന്തുടർന്ന് പിടിക്കുന്ന തരം ഒരു കപ്പലായിരുന്നു അത്. കപ്പലിലുള്ളവർ എല്ലാം അഴിച്ചുമാറ്റുകയും ജീവനക്കാരെ കയ്യാമം വയ്ക്കുകയും ചെയ്തു. ജീവനക്കാർ കപ്പലിന്റെ പല ഭാഗങ്ങളിലായി ഒളിച്ചിരിക്കുകയാണ്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഈ സന്ദേശം ലഭിക്കുന്നവർ ദയവായി ഡിയറിംഗ് കപ്പലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയിക്കുക. ഈ സന്ദേശം സത്യമാണെന്ന് എല്ലാവരും കരുതി. അതിനാൽ കരോൾ എ ഡിയറിംഗ് കപ്പലിലെ ജീവനക്കാർ കടൽക്കൊള്ളക്കാരുടെ ഇരകളായി എന്ന് വിശ്വസിക്കപ്പെട്ടു. എന്നാൽ കുറച്ചു മാസങ്ങൾക്കു ശേഷം കൈപ്പട പരിശോധിക്കുന്ന വിദഗ്ധർ ഒരു കാര്യം കണ്ടെത്തി. ഈ സന്ദേശം എഴുതിയത് ഗ്രേ തന്നെയായിരുന്നു. അതെല്ലാം ഒരു കബളിപ്പിക്കലായിരുന്നു. പക്ഷേ ഗ്രേ പറഞ്ഞതിൽ ചില സത്യങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം കപ്പലിൽ ഒരു ലഹള നടന്നതിന് ചില തെളിവുകളുണ്ട്. യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അന്ന് പറഞ്ഞത് എന്തൊക്കെയോ ചതി നടന്നതായി സംശയമുണ്ട് എന്നാണ്. ഒന്നാമതായി, ലൈറ്റ്ഷിപ്പിലുള്ളവരെ വിളിച്ചയാൾ ക്യാപ്റ്റൻ ആയിരുന്നില്ല. ലൈറ്റ്ഷിപ്പിലെ ജീവനക്കാരൻ ആ വ്യക്തിയെ വിവരിച്ചത് ചെമ്പൻ മുടിയുള്ള, സ്കാൻഡിനേവിയൻ ശൈലിയിൽ സംസാരിക്കുന്ന ഒരാൾ എന്നാണ്. ഇത് ക്യാപ്റ്റന്റെ രൂപവുമായി ഒട്ടും യോജിക്കുന്നില്ലായിരുന്നു. എന്നാൽ മറ്റ് ജീവനക്കാരുടെ രൂപവുമായി യോജിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഭൂരിഭാഗവും ഡെൻമാർക്കുകാരായിരുന്നു. ഇത് കപ്പലിൽ ഒരു ലഹള നടക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. രണ്ടാമതായി, ക്യാപ്റ്റനും മറ്റ് ജീവനക്കാരും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിരുന്നുവെന്ന് പിന്നീടുള്ള അന്വേഷണങ്ങളിൽ കണ്ടെത്തി. ബാർബഡോസിൽ നിന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ക്യാപ്റ്റനു തൊട്ടുതാഴെയുള്ള ഉദ്യോഗസ്ഥൻ പരസ്പരം കുറ്റം പറഞ്ഞിരുന്നു. ജീവനക്കാർ തനിക്കെതിരെ തിരിയുമെന്ന് ക്യാപ്റ്റനു ഭയമുണ്ടായിരുന്നു. ക്യാപ്റ്റനു തൊട്ടുതാഴെയുള്ള ഉദ്യോഗസ്ഥൻ തനിക്ക് സ്വന്തമായി ഒരു കപ്പൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം നിരസിക്കപ്പെട്ടപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനു മുമ്പ് താൻ ക്യാപ്റ്റനെ പാഠം പഠിപ്പിക്കും എന്ന് അയാൾ വീമ്പിളക്കി. ഇതിന്റെ പേരിൽ ആ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തെങ്കിലും ക്യാപ്റ്റൻ തന്നെ അയാൾക്ക് ജാമ്യം നൽകി പുറത്തിറക്കുകയും അയാൾ പറഞ്ഞ കാര്യങ്ങൾ പൊറുക്കുകയും ചെയ്തു. അതിനാൽ ഒരു ലഹള നടന്നിരിക്കാൻ ധാരാളം തെളിവുകളുണ്ട്. എന്നിരുന്നാലും കപ്പൽ എന്തിനു ഉപേക്ഷിക്കപ്പെട്ടു എന്നോ ജീവനക്കാർ പൂർണ്ണമായും എങ്ങോട്ട് അപ്രത്യക്ഷരായി എന്നോ ഇതിലൂടെ പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയില്ല. എന്നാൽ കാര്യങ്ങൾ ഇതിലും വിചിത്രമാണ്. ഡിയറിംഗ് കപ്പൽ ലൈറ്റ്ഷിപ്പിനെ കടന്നുപോയ ഉടൻ തന്നെ മറ്റൊരു കപ്പൽ കൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. കറുത്ത നിറം പൂശിയ ഒരു വലിയ ആവി കപ്പലായിരുന്നു അത്. ഡിയറിംഗിന്റെ അതേ പാതയിലാണ് അത് സഞ്ചരിച്ചിരുന്നത്. ലൈറ്റ്ഷിപ്പിലുള്ളവർ ആ കപ്പലിനെ വിളിച്ചപ്പോൾ അവർ അത് അവഗണിക്കുക മാത്രമല്ല, കപ്പലിന്റെ പേര് എഴുതിയിരിക്കുന്ന ബോർഡ് ഒരു തുണികൊണ്ട് മറയ്ക്കുകയും ചെയ്തു. അതിനുശേഷം അവർ വേഗത്തിൽ കപ്പൽ ഓടിച്ചുപോയി. ഇതേ സമയത്ത് കാണാതായ അമേരിക്കൻ ആവി കപ്പലായ SS ഹെവിറ്റ് ആയിരിക്കാം ഇതെന്ന് ചിലർ സംശയിക്കുന്നു. എന്നാൽ കൂടുതൽ തെളിവുകൾ ലഭിക്കാതെ ഇത് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഒരുപക്ഷേ ഗ്രേ പറഞ്ഞത് അറിഞ്ഞോ അറിയാതെയോ സത്യമായിരിക്കാം. ആ ദുരൂഹമായ കപ്പൽ ഡിയറിംഗിനെ പിന്തുടർന്ന് പിടികൂടിയ ഒരു കടൽക്കൊള്ളക്കാരുടെ കപ്പലായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഡിയറിംഗിലെ ജീവനക്കാർ തന്നെ ഒരു ലഹള നടത്താൻ ഗൂഢാലോചന നടത്തിയിരിക്കാം. ഏതായാലും ഇതിലെ പല കാര്യങ്ങളും വിശദീകരിക്കാൻ വളരെ പ്രയാസമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ബെർമുഡ ട്രയാങ്കിളിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ബെർമുഡ ട്രയാങ്കിൾ വെറുമൊരു ഐതിഹ്യം മാത്രമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമായ ഭൂപടങ്ങളിലും നാവിക ചാർട്ടുകളിലും അത് അടയാളപ്പെടുത്താത്തത്? US കോസ്റ്റ് ഗാർഡിന് മറ്റുള്ളവരുടെ സുരക്ഷയിൽ അത്രയധികം ഉത്കണ്ഠയുണ്ടെങ്കിൽ സമുദ്രത്തിലെ ഈ അപകടകരമായ പ്രദേശത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ? എന്നിട്ടും അവരും മറ്റ് അധികാരികളും ചേർന്ന് മുന്നറിയിപ്പൊന്നും കൂടാതെ നൂറുകണക്കിന് കപ്പലുകളെയും വിമാനങ്ങളെയും ഈ പ്രദേശത്തിലൂടെ ദിവസവും കടന്നുപോകാൻ അനുവദിക്കുന്നു. നനഞ്ഞ തറയുണ്ടെങ്കിൽ അവിടെ ഒരു ബോർഡ് വെക്കാറുണ്ട്. അപ്പോൾ അമാനുഷിക ശക്തികൾ കാരണം മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഒരു ബോർഡ് വയ്ക്കുന്നത് ന്യായമല്ലേ? എല്ലാത്തിനുമുപരി ബെർമുഡ ട്രയാങ്കിൾ ഉൾപ്പെടുന്ന സമുദ്രഭാഗം വളരെ തിരക്കേറിയ ഒരു പ്രദേശമാണ്. കൂടുതൽ കപ്പലുകളും വിമാനങ്ങളും ഒരു വഴിയിലൂടെ പോകുമ്പോൾ അവിടെ കൂടുതൽ അപകടങ്ങൾ നടക്കാനും കൂടുതൽ കാണാതാകാനും സാധ്യതയുണ്ട്. ഇത് വളരെ സാധാരണമായ ഒരു കാര്യമാണ്.
ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ഒരു ലേഖനം അവസാനിക്കുന്നത് ഒരു ചോദ്യത്തോടെയാണ്. ഈ വിമാനങ്ങളും കപ്പലുകളും അന്തർവാഹിനികളുമൊക്കെ എവിടേക്കാണ് പോയതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരുമോ? എന്റെ ഊഹം ഇതാണ്: അവയെല്ലാം കടലിലേക്ക് മുങ്ങിപ്പോയി. കപ്പലുകളും വിമാനങ്ങളും, ഒരുപക്ഷേ അന്തർവാഹിനികളും സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയിട്ടുണ്ടാകും. ഉദാഹരണത്തിന് 1963-ൽ SS മറൈൻ സൾഫർ ക്വീൻ എന്ന കപ്പൽ ടെക്സാസിലെ ബ്യൂമോണ്ടിൽ നിന്ന് വെർജീനിയയിലെ നോർഫോക്കിലേക്ക് പുറപ്പെട്ടു. അതിന്റെ അവസാനത്തെ സ്ഥാനം അറിയാമായിരുന്നു, എന്നാൽ അതിനുശേഷം അത് അപ്രത്യക്ഷമായി. ഈ കപ്പൽ മെക്സിക്കോ ഉൾക്കടലിലാണ് കാണാതായത്. എങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തം ബെർമുഡ ട്രയാങ്കിളിന്റെ തലയിലാണ് വെക്കുന്നത്. വാസ്തവത്തിൽ കോസ്റ്റ് ഗാർഡ് കരുതുന്നത് ഈ കപ്പൽ ഫ്ലോറിഡ കീസിൽ എത്തുന്നതിന് തൊട്ടുമുമ്പാണ് അപ്രത്യക്ഷമായതെന്നാണ്. മറ്റൊരു ഉദാഹരണമാണ് 1954-ൽ മേരിലാൻഡിനും അസോർസിനും ഇടയിൽ സഞ്ചരിക്കുമ്പോൾ കാണാതായ ഒരു വിമാനം. ബെർമുഡ ട്രയാങ്കിളിന്റെ അതിർത്തിക്ക് പുറത്താണ് ഈ സംഭവം നടന്നതെങ്കിലും ഇതിന്റെയും കാരണം ബെർമുഡ ട്രയാങ്കിളാണെന്ന് പറയപ്പെടുന്നു. ബെർമുഡ ട്രയാങ്കിൾ സിദ്ധാന്തത്തെ അനുകൂലിക്കുന്നവർ ചെയ്യുന്നത് ഇതാണ്: ട്രയാങ്കിളിന് പുറത്ത്, എന്നാൽ അതിനടുത്ത് നടക്കുന്ന തിരോധാനങ്ങളെയും അവർ ട്രയാങ്കിളിന്റെ കണക്കിൽപ്പെടുത്തും. ഈ സിദ്ധാന്തക്കാർ പറയുന്ന 40-ഓളം തിരോധാനങ്ങൾ കണക്കിലെടുത്താൽ നിലവിലുള്ള ട്രയാങ്കിളിനേക്കാൾ വലിയൊരു പ്രദേശം ഇതിനായി വേണ്ടിവരും. ചുരുക്കത്തിൽ, ബെർമുഡ ട്രയാങ്കിളിന്റെ യഥാർത്ഥ നിഗൂഢത അവിടെ നടക്കുന്ന അപകടങ്ങളല്ല, മറിച്ച് ഇതൊരു വലിയ അത്ഭുതമാണെന്ന് സ്ഥാപിക്കാൻ ആളുകൾ കാണിക്കുന്ന വാശിയാണ്. ഇവിടെ നടക്കുന്ന അപകടങ്ങൾക്ക് പിന്നിൽ അസാധാരണമായി ഒന്നുമില്ല: യന്ത്രത്തകരാറുകൾ, പൊട്ടിത്തെറികൾ, മനുഷ്യർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, ഇന്ധനം തീർന്നുപോകൽ, പൈലറ്റുമാരുടെ പരിചയക്കുറവ്, അല്ലെങ്കിൽ കടൽക്കൊള്ളക്കാരുടെ ആക്രമണം എന്നിവയൊക്കെയാണ് മിക്കവാറും കാരണങ്ങൾ. ഏത് വേഗതയിൽ പോകുന്നവർക്കും, ഏത് ദിശയിൽ സഞ്ചരിക്കുന്നവർക്കും, ഏത് ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങൾക്കും അപകടം സംഭവിക്കാം. ആരെ ആക്രമിക്കണം, എപ്പോൾ ആക്രമിക്കണം എന്ന കാര്യത്തിൽ ഈ പറയുന്ന നിഗൂഢ ശക്തിക്ക് യാതൊരു നിർബന്ധവുമില്ല. അപകടത്തിൽപ്പെടുന്നവയിൽ എല്ലാത്തരം വാഹനങ്ങളുമുണ്ട്. പുത്തൻ കപ്പലുകളും വിമാനങ്ങളും ഉണ്ട്, കാലപ്പഴക്കം വന്നവയുമുണ്ട്. വളരെ വലിയ കപ്പലുകളും ചെറിയ വള്ളങ്ങളും ഇതിൽപ്പെടും. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു നിഗൂഢതയുമില്ല, മറിച്ച് പല കാരണങ്ങളാൽ സംഭവിക്കുന്ന സാധാരണ അപകടങ്ങൾ മാത്രമാണിത്. ഇതേപോലെയുള്ള നല്ല നല്ല കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതുതരം കഥകൾ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് കമന്റിൽ ഇടുക.